ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയം കഴിഞ്ഞു, ദുബായ് ഫ്രെയിം കഴിഞ്ഞു, ഇനി ഫുഡ് കഴിച്ചിട്ടുള്ളൂ ബാക്കി യാത്ര. കാരണം അത്രയും ക്ഷീണിച്ച് എല്ലാവരും കേട്ടോ. അങ്ങനെ നമ്മളൊരു അടിപൊളി കടയിലെത്തിയിട്ടുണ്ട്, ഒരു ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഈ ഹോട്ടലിൽ സൂപ്പർ മന്തിയാണെന്ന് പറഞ്ഞു കേട്ടോ ആശുമോനെ. പിന്നെ അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിക്കാനിരുന്നു. ഇവിടെ കാണുന്ന ചെയറിലും പിന്നെ മറ്റേ സോഫ സെറ്റിയിലൊക്കെ ഇരിക്കണ റെഡ് കളറിലുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫ് കണ്ടു നിസ്കരിക്കണു, മാഷാ അല്ലാ. പിന്നെ അങ്ങനെ നമ്മൾ സൂപ്പ് എന്താ പറയുക മന്തിയൊക്കെ ഓർഡർ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേ സൂപ്പ് കൊണ്ടുവന്നു, സാലഡ് കൊണ്ടുവന്നു. ഈ ടേബിളിൽ ഒരു കവർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ ഇങ്ങനെ കൂട്ടത്തോടുക്കന്നെ ഇരിക്കുകയാണെങ്കിൽ എന്താ മന്തിയോ അങ്ങനെ കൂട്ടിയിട്ട് എല്ലാവരും പാടെ കൈയിട്ട് വാരി കഴിക്കല അത്രയും. പക്ഷെ നമുക്കതൊന്നും വേണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതുണ്ടോ ഈ കുറുമ്പി കളിക്കാൻ വന്നത്. അങ്ങനെ അവൾക്ക് പാലൊക്കെ കൊടുക്കുന്നുണ്ട് ബേബി. കുഞ്ഞാറ്റ പാൽ അങ്ങനെ ആസ്വദിച്ച് കുടിച്ച് കുറച്ചേ കുടിക്കുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ ഓടും. പിന്നെ അത്ര ഉണ്ടോ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ അവളുടെ പാൽ കൂടി ഇത്രേ ഉള്ളൂ. അപ്പോഴേക്കിനും മന്തിയൊക്കെ എത്തി. പിന്നെ എന്താ പറയുക തവ ഫ്രൈ ഉള്ള മന്തി. അയ്യോ ഫ്രൈയൊക്കെ വരുന്നത് തവ ഫ്രൈ മന്തി. പിന്നെന്താ പറയുക തന്തൂരി അങ്ങനത്തെ ഒരു മന്തി. എന്തായാലും ശരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഇവള് കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു അവളെ കളിയൊക്കെ മതി എന്ന് പറഞ്ഞ മനു എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. തുമ്മൽ വന്നിട്ടോ അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി പോവുകയാണ്, മെട്രോ പോവുകയാണ്. വണ്ടി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ നടന്നു പോകണം. മെട്രോയ്ക്ക് നമ്മൾ നടന്നു പോണത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ദുബായ് മോള്, ബുർജ് ഖലീഫ അങ്ങനെയൊക്കെ. ഇത് കണ്ടോ ബ്യൂട്ടീഷ്യന്മാരുടെ ചെയറാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ. ഇതുണ്ടോ കുഞ്ഞാറ്റ ഇപ്പോൾ ഇവിടെ കയ്യിലാണ്. ഇനിയിപ്പോൾ അടുത്ത ആരുടെ കൈക്കാൾ വരിക എന്നുള്ളൂ അറിയാത്തത്. പാപ്പയുടെ കയ്യിലെത്തി. പാപ്പ കൊഞ്ചിച്ച് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എൻ്റെ കയ്യിലായിരിക്കും അവള്. അതാ മെട്രോ എത്തിട്ടോ, അതാണ് മെട്രോ. എന്തോരം തിരക്കാണെന്നറിയോ. കാരണം എന്താ പറയുക കുറഞ്ഞ പൈസയുണ്ട് അങ്ങോട്ട് എത്തല്ലേ. ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നേരെ എത്താല്ലേ. ഇതാ ഇവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെക്കാൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് കുഞ്ഞാറ്റ. അവൾക്കാണ് ആകാംക്ഷയോടെ നോക്കണത് എന്താ ഇപ്പോൾ ഈ ട്രെയിന് വരാത്തെന്ന്. ദേഷ്യം വന്നാൽ തലമുടിയൊക്കെ പിച്ച് വലിക്കാൻ തുടങ്ങിയിട്ടവൾ അത്രയും കുറുമ്പായി. അങ്ങനെ ട്രെയിന് വന്നു, മെട്രോ വന്നു, ആളുകൾ ഇറങ്ങുന്നുണ്ട്, നമ്മൾ കയറുന്നുണ്ട്. ബേബിക്ക് സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് എല്ലാവരും പ്രാർത്ഥനയും. കാരണം കുഞ്ഞാറ്റ അധികം ഓൾഡ് അടുത്തായിരിക്കും. അങ്ങനെ അവൾക്ക് സീറ്റ് കിട്ടിയിട്ടോ. കുഞ്ഞാറ്റ അവൾ സേഫായിരുന്നു. പിന്നെ ഞാനിതാ പുറത്തുള്ള വ്യൂവേഴ്സൊക്കെ ഇങ്ങനെ എടുക്കണം. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. വണ്ടികളൊക്കെ താഴെ പോണ കാണുന്നുണ്ടോ, അത് മേലെ കൂടെ പോണേ മെട്രോ. നല്ല ഭംഗി, നല്ല എന്താ പറയുക കൗതുകകരമായ കാഴ്ച അറിയൂലേ. അതാണ് ഇപ്പം എനിക്ക്. എന്തായാലും ശരി. ഇനി ദുബായ് മോഡലാണ് ആഷിമോൻ്റെ സാറ കമ്പനി. ആഷിമോൻ അതിലാണ് വർക്ക് ചെയ്യണം കേട്ടോ. അതിൽ സൂപ്പർവൈസറായിട്ട് ആഷിമോൻ വർക്ക് ചെയ്യണത്. അപ്പോൾ കുഞ്ഞാറ്റ എന്താ പറയുക അടങ്ങിയിരിക്കൊന്നുമില്ല. കണ്ടില്ലേ എല്ലാവരും എന്ന് വെച്ചിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ നമ്മൾ ചൂണ്ടുവരൽ നിർത്തും, അതാണ് ആൾ. പിന്നെ എത്താനായോ എന്നിങ്ങനെ ഞാൻ വീണ്ടും പുറത്തുള്ള കാഴ്ചകളാണ് എടുക്കുന്നത്. അങ്ങനെ എത്തി, ട്രെയിൻ ഇറങ്ങി. അപ്പം ഞാനൊരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ദുബായ് മോളിൽ നിന്ന് കാണാം. ഓക്കേ.